അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം മലപ്പുറം എടരിക്കോട് വെച്ച് ലോറി നിയന്ത്രണം വിട്ട് കാറുമായി കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, വളരെയധികം വേദനിക്കുന്ന ഒരു സംഭവമായിരുന്നു ആ അപകടം. വളരെയധികം നമുക്ക് ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെയധികം നമുക്ക് സങ്കടം തോന്നും. 2 മരണം അതിൽ ആ അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ചെറിയ ഒരു കുഞ്ഞു പൈതലായിരുന്നു. തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശി 2 വയസ്സുള്ള ദുവ എന്ന് പറയുന്ന പൊന്നുമോളായിരുന്നു അത്. മാതാപിതാക്കൾക്ക് 13 വർഷം കാത്തിരുന്നിട്ട് അവർക്ക് കിട്ടിയ ഒരു നിധി തന്നെ എന്ന് നമുക്ക് പറയാം ഈ പൊന്നുമോൾ. ആ പൊന്നുമോളുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് നിഷ്കളങ്കമായ ആ സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാരിപ്പുണരാൻ കഴിയുന്ന ആ പൊന്നുമോൾ ഇന്ന് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് സ്വന്തം പൊന്നുമോളെ കാണാൻ വേണ്ടി വിദേശത്ത് നിന്ന് തൻ്റെ പിതാവ് കടന്നു വരികയാണ്. ഒരു നോക്കെങ്കിലും എൻ്റെ മകളെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിദേശത്ത് ഒരുപാട് സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന ആ പ്രിയപ്പെട്ട പിതാവ്, ആ പിതാവിനെ കൊണ്ടുവരാൻ വേണ്ടി യാത്ര പുറപ്പെട്ടതാണ് ദുവയും കുടുംബവും. എൻ്റെ പ്രിയമുള്ളവരെ, പിന്നീട് ആ വാപ്പയുടെ കയ്യിലേക്ക് കിട്ടുന്നത് ചേതനയറ്റ തൻ്റെ പൊന്നുമോളുടെ കാത്തിരുന്നുണ്ടായ ആ പൊന്നുമോളുടെ ശരീരമാണ്. തൻ്റെ മകൾക്ക് വേണ്ടി ഒരുപാട് കളിപ്പാട്ടങ്ങൾ ആ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും, ഒരുപാട് മിഠായികളും സ്നേഹ സമ്മാനങ്ങളും തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ആ മകൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ വിധി ഇങ്ങനെയാണ്. സ്വന്തം മകളെ കയ്യിലേക്ക് കിട്ടുന്നത്, ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കടന്നു വന്ന പിതാവിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് സ്വന്തം മകളുടെ ചേതനയറ്റ ശരീരമാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ശരീരമാണ്, രക്തത്തിൽ കുളിർന്ന ശരീരമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണൽ, ഒരു മകനുണ്ടാകിൽ അല്ലെങ്കിൽ ഒരു മകളുണ്ടാകിൽ എൻ്റെ പ്രിയമുള്ളവരെ ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നങ്ങളാണ്. ദുനിയാവിൽ നമ്മൾ എന്തു തന്നെ ചെയ്താലും, എത്ര തന്നെ നമ്മൾ ഏത് രൂപത്തിൽ നടക്കുന്നവനായാലും അവൻ്റെ വിവാഹം കഴിഞ്ഞ് അവനിക്കൊരു കുട്ടിയുണ്ടാകുന്നത് അവൻ്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളായിരിക്കും. അതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരങ്ങളുയർത്താത്ത ഏതൊരു ദമ്പതിമാരും ഉണ്ടാകില്ല. എങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരാണെങ്കിലും അവർ വിവാഹം കഴിച്ചാൽ, ആ കുഞ്ഞ് ജനിക്കാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഏതൊരാളും കാണാം പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നത് കാണാം, ഉസ്താദന്മാരുടെ കയ്യെ പിടിച്ചിട്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് കാണാം, അല്ലേ? പല മഖാമുകളിൽ സിയാറത്തുകൾ നടത്തുന്നത് കാണാം, പല മജ്ലിസുകളിൽ ചെല്ലുന്നത് കാണാം. എന്തേ അതിൻ്റെയൊക്കെ കാര്യം? എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിക്കാല് കാണുക എന്നതുകൊണ്ടാണ്. പല ആളുകളോട് വേവലാതി പറയുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇതൊക്കെ കാരണം എന്താണ്? എത്ര തെറ്റ് ചെയ്തിട്ട് ദുനിയാവിലൂടെ നടക്കുന്നവനാണെങ്കിലും ഒരു വിവാഹം കഴിഞ്ഞിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പുറപ്പെട്ടാൽ അവർക്കൊരു കുഞ്ഞിക്കാല് കാണാൻ അവർക്ക് കൊതിയാണ്. അവർ പടച്ച റബ്ബിലേക്ക് അതിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദുവ എന്ന് പറയുന്ന പൊന്നുമോൾ 13 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. കൊടുത്തിട്ടോ പിഞ്ചു പൈതൽ അവിടെ നിൻ്റെ പ്രിയമുള്ളവരെ അപകടത്തിൽ മരണപ്പെടാൻ. ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മയ്യത്ത് കുളിപ്പിച്ച നജ്ലത്ത് സിദ്ദീഖ സാഫിയ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി എഴുതുന്ന ഒരു കുറിപ്പ് നമുക്ക് ആ വാർത്തയുടെ താഴത്ത് കാണാനിടയായി. ഏറെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു വാർത്തയായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ. നമുക്ക് അതൊന്ന് കേൾക്കാം. ഉള്ളിലെ കനവായി ദുആമോൾ എന്ന് ആരംഭിക്കുന്ന ആ കുറിപ്പുകൾ ആരെയും കണ്ണീരണിയിപ്പിക്കുന്നതായിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസത്തെ വ്യാഴാഴ്ച പാതിരാ നേരത്താണ് ഉപ്പ എടരിക്കോട് നടന്ന അപകട വാർത്ത അറിയിക്കുന്നത്. ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് പല വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് 2 ആൾ മരിച്ച ആക്സിഡന്റ്. അപകട ദൃശ്യങ്ങൾ കൂടെ കണ്ടപ്പോൾ ഒന്ന് നടുങ്ങി. അപകട വാർത്ത കണ്ടും കേട്ടുമാണ് കഴിഞ്ഞ രാത്രി നിദ്രയെ പുൽകിയത്. നേരം പുലർന്നപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു, ഇന്നലത്തെ അപകടത്തിൽ 1 വയസ്സുള്ള ഒരു മകൾ മരിച്ചത്രേ. പേര് ദുആമോൾ. തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശി 2 വയസ്സുകാരിയാണ് ആ പൊന്നുമോൾ. പരിപാലന ക്രിയകൾക്ക് നിന്നോട് പോകാനാണ് ഉപ്പ വിളിച്ചത്. വല്ലാത്ത പ്രയാസത്തോടെയാണ് ഞാൻ ആ വാർത്ത കേട്ടത്. എന്റെ വീട്ടിലുമുണ്ട് 3ഉം 3.5ഉം 2 വയസ്സുമുള്ള 3 കുസുമങ്ങൾ. യാ അല്ലാ, ഈ കൊച്ചുമക്കൾക്കും താഴെയുള്ളവൾ എനിക്കിവരെ പോലെ തന്നെ ആകില്ലേ? ദുആമോളെ വീട്ടിൽ ദുആയുമെന്ന് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് കരച്ചിൽ പൊട്ടി. കുസൃതി ചിരിയും കളിത്തമാശകൾ കൊണ്ടും അവളുടെ വീട്ടിൽ പരിമളം പരത്തുന്ന ഒരു റൈഹാൻ പുഷ്പമായിരിക്കുമല്ലോ ദുആമോളും. പ്രാർത്ഥനകൾ സഫലമായപ്പോൾ കിട്ടിയ മോൾ ഒടുവിൽ വിടരും മുമ്പേ കൊടിഞ്ഞുപോയി. മോർച്ചറിയിലെത്തി ദുആമോളെ പൊതിഞ്ഞ വെള്ളപ്പുടവ നീക്കിയപ്പോൾ എന്റെ കൈകൾ വിറച്ചു. ഒരു കൊച്ചുമാലാക. അല്ലെങ്കിലും എത്ര അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പിഞ്ചോമനകളുടെ ചേതനയേറ്റ ശരീരം കൈകളിലേക്ക് എടുക്കുമ്പോൾ ഏത് കല്ലുപോലുള്ള മനസ്സും റോസാ ദളങ്ങൾ പോലെയാവും. ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന കൊച്ചതരവും ചെന്താമര പോലുള്ള കവിൾത്തടങ്ങളും കറുകറുത്ത മുടിയിഴകളും ഭംഗിയുള്ള കൺപീലികളും കരിമഷി വരച്ച പുരുകവും വിടർന്ന നെറ്റിത്തടവും
ദുവാമോളുടെ നിഷ്കളങ്ക മുഖം ഓർക്കുമ്പോൾ സഹിക്കാനാവുന്നില്ല. തൂവെള്ള നിറമുള്ള അവളുടെ മോണ കാട്ടിച്ചിരിക്കുന്ന മുഖത്തു നിന്നും വെളിച്ചം പരക്കുന്നത് കണ്ണാലെ കണ്ടു. അല്ലെങ്കിലും ലൗകിക ജീവിതത്തിലേക്ക് വിധിക്കാത്ത പിഞ്ചോമനകളുടെ മൊഞ്ച് വേറെ തന്നെയാണെന്ന് ഞാൻ അപ്പോഴും ഓർത്തു. ഞാനും എൻ്റെ ഇത്താത്ത നജീബ സ്വാഫിയെയും ഏറെ വേദനയോടെ മോളെ കുളിപ്പിച്ച് കഫൻ ചെയ്തു. മനസ്സിൽ എൻ്റെ കൊച്ചനുജൻ സെയ്ന് ദഹലാന്റെയും ഇത്താത്തയുടെ മക്കൾ സഹറയുടെയും കുബറയുടെയും ഒക്കെ മുഖം മിന്നിമറയുമ്പോൾ എന്റെ കണ്ണുകൾ അറിയാതെ ജലാദ്രമായി. കണ്ണുനീരിനാൽ കാഴ്ച മങ്ങുമ്പോൾ ഇടയ്ക്കിടെ ഇത്താത്ത ഏറെ വേദനയാലെ കണ്ണുകൾ തുടയ്ക്കും. കഫൻ പൂർത്തിയായി ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ അടക്കിപ്പിടിച്ച കരച്ചിൽ ഇത്താത്തയ്ക്ക് പൊട്ടിവന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ദുവാമോളെ എന്റെ വീട്ടിലെ കുഞ്ഞിനെ പോലെ തോന്നിയത് കൊണ്ടാകണം ഹൃദയത്തിൽ അത്രമേൽ അവളുടെ വേർപാടിന്റെ വേദന ആഴത്തിൽ പതിഞ്ഞത്. അടക്കിപ്പിടിച്ചിരുന്ന എന്റെ വേദനകളും അന്നേരം അണപൊട്ടി ഒഴുകി. ഉപ്പയുടെ നയനങ്ങളും സജലമായി. വികാരസാന്ദ്രമായ രംഗം. ഇത്താത്തയുടെ കരച്ചിൽ കണ്ട് ഉപ്പ എന്നോട് പറഞ്ഞു, അവളും പെറ്റുനോവ് അറിഞ്ഞതല്ലേ, അവൾക്കും അറിയുന്നുണ്ടാകും ഒരു ഉമ്മയുടെ വേദന. എന്റെ വീട്ടിലെ 3 കുഞ്ഞുങ്ങളെക്കുറിച്ചും സഹോദരിയായ ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് നെയ്തുകൂട്ടുന്നത്. അതുപോലെ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളും കണ്ടു കാണില്ലേ 1000 കിനാക്കൾ. 13 വർഷത്തിന് ശേഷം പടച്ചവൻ സമ്മാനിച്ച കൺമണിയെ ആദ്യമായി കാണാനെത്തിയ ഉപ്പയെ കൂട്ടാൻ പോയെന്നാണ് ദുവാമോളും കുടുംബവും. കരിപ്പൂർ മുതൽ ഇടരിക്കോട് അപകടം നടക്കുന്നത് വരെ മാത്രമേ ഉപ്പയുടെ ആ കാഴ്ചയ്ക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെയും അവസാനത്തെയും കാഴ്ചയായിരുന്നു അതെന്ന് ആരും അറിഞ്ഞില്ല. സർജറിക്ക് പോലും നിൽക്കാതെ പൊട്ടിയ എല്ലുകളാൽ ദുവാമോളുടെ മയ്യത്ത് കാണാൻ അവളുടെ ഉമ്മ ചികിത്സയ്ക്കിടയിലും വീട്ടിലെത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹുവിന്റെ വിധിയെ ആ ഉമ്മ എങ്ങനെയാണ് നേരിട്ടിട്ടുണ്ടാവുക? അതോർത്ത് ഞാനും വീട്ടുകാരും ഇന്നലെ വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു. സ്വർഗത്തിലേക്കുള്ള ദുവാമോളുടെ യാത്രയിൽ ഈ എളിയവൾക്ക് യാത്രയായി പൊരുക്കാൻ സാധിച്ചു. അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചെത്തുന്ന കുഞ്ഞതിഥി ദുവാമോളെ ആ കുടുംബം എങ്ങനെ യാത്രയൊരുക്കിയിട്ടുണ്ടാവുക? വീട്ടിലെത്തിയപ്പോഴും മനസ്സിലും സംസാരത്തിലുമെല്ലാം ദുവാമോളായിരുന്നു. ഉമ്മായെ പിന്നെ ഇത്തരം മരണങ്ങൾ തളർത്താനാണ് പതിവ്. അനിയൻ സെയ്നിയെയും ഇത്താത്തയുടെ മക്കൾ സഹറയെയും കുബറയെയും ഒന്നിച്ചിരുത്തി ദുവാമോളെക്കുറിച്ച് വാതോരാതെ ഞാൻ പറഞ്ഞുകൊടുത്തു. ചുണ്ടുമലർത്തിക്കൊണ്ട് കഥ കേൾക്കും പോലെയാണ് അവർ എന്റെ കേൾവിക്കാരായത്. ദുവാമോളെ അവരോടൊപ്പം ഒരാളായി തന്നെ ചേർത്ത് പിടിച്ചു. ഇടയ്ക്കിടെ ദുവാമോളെ ചോദിക്കും, അവളുടെ ഫോട്ടോ ചോദിക്കും. അവർ ഇതുവരെ ദുവാമോളെ കണ്ടിട്ടില്ല. എന്നിട്ടും അവരുടെ ഹൃദയത്തിൽ പോലും എത്ര പെട്ടെന്നാണ് ദുവാമോൾ ചേക്കേറിയത്. അങ്ങനെ എത്രയോ പേരുടെ മനസ്സിന്റെ തൊട്ടിലിൽ അവൾ ഇനി താരാട്ടി കെട്ടിറങ്ങുമെന്ന് തീർച്ചയാണ്. ആ ഉമ്മാക്ക് സന്തോഷത്തിന്റെ തെളിനീരൊഴുക്കിയ ദുവാമോളുടെ ചിരികളും ഇക്കാക്ക കൂട്ടിരുന്ന് കളിച്ച കളികളും അവരിൽ ചിരിവിടർത്തിയ ദുവാമോളുടെ കുസൃതികളും വഴക്ക് പറഞ്ഞുപോയ ചില നിമിഷങ്ങളും ഓർത്ത് അവരുടെ ഉള്ളുലയും. അവളുടെ പൊട്ടിച്ചിരികളുടെ ഗസലൊഴുകിയ വീട്ടിൽ ഇനി മൗനത്തിന്റെ മൂകതാളം നിറയും. പ്രവാസിയായ പൊന്നുപ്പ പെട്ടുനിറിയ കളിപ്പാട്ടങ്ങളുമായി വന്നപ്പോൾ വിധി മറ്റൊന്നായിരുന്നല്ലോ. ഇനി ആ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ, ഉപ്പയുടെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങാൻ, ഇക്കാക്കയുടെ കൂടെ കളിച്ചു രസിക്കാൻ, ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് സ്നേഹം നുകരാൻ, ആ വീട്ടിൽ പാറിപ്പറക്കാൻ ഇനി ദുവാമോൾ ഉണ്ടാകില്ല. ഇനി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൽ മൈലാഞ്ചി ചെടികൾക്ക് താഴെ ശാന്തമായി ഉറങ്ങും. ആ കുടുംബവും വേണ്ടപ്പെട്ടവരും ഏറെ വേദനകളിലൂടെ കടന്നുപോകും. അവർക്കൊക്കെ ഈ വേർപാട് താങ്ങാനുള്ള കരുളുറപ്പ് നൽകണമെന്നതാ. സ്വർഗത്തിൽ പാറിപ്പറക്കുന്ന ദുവാമോളെ കാണാൻ അവളോടൊപ്പം നാളെ അവിടെ ഒരിടം ഞങ്ങൾക്കും നൽകണേ. ആമീൻ. ഇത് ദുവാമോളുടെ മയ്യത്ത് കുളിപ്പിച്ച ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വാക്കുകളാണ്. ആ സഹോദരി പറയുന്നത് കേൾക്കുമ്പോൾ, എഴുതിയത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായി തന്ന വലിയ സമ്പത്താണ്. നമ്മളവരെ നല്ല രൂപത്തിൽ വളർത്തണം. അവരാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലേ? അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പോരായ്മകളും നമ്മളാണ് തിരുത്തി കൊടുക്കേണ്ടത്. നമ്മളൊരു നേരത്തെ എവിടെയെങ്കിലും കിടക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് അള്ളാഹുവെ പടച്ചവന് അവരുണ്ടാകും നമ്മുടെ കൂടെ എന്നാണല്ലോ, അല്ലേ? അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അവരുടെ ജീവിതത്തിൽ നല്ല വഴികളെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. ദുആമോൾക്ക് അള്ളാഹു തആല സ്വർഗം അള്ളാഹു നൽകട്ടെ. ആ മാതാപിതാക്കളെ നാളെ സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന പൊന്നുമോളാക്കി ആ പൊന്നുമോളെ അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.